നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ വേദയെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ നെട്ടയത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയെ ഇന്ന് SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് തീരുമാനിച്ച ഒരു കാര്യം, അറിയാമല്ലോ, അമ്മയുടെ മുട്ടിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. അമ്മയുടെ 2 മുട്ടും തേഞ്ഞ് ഇനി മുട്ടില്ല. അപ്പോൾ അതിനൊരു പോംവഴി എന്ന് പറയുന്നത് നീ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ റോബോട്ടിക് സർജറിയാണ് ചെയ്യുന്നത്. അത് എൻ്റെ അറിവിൽ ട്രിവാൻഡ്രത്ത് കിംസിലും SP മെഡിഫോർട്ടിലും മാത്രമാണുള്ളത്. അപ്പം ഞങ്ങൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ SP വെൽഫോർട്ടിലെ ഗണേഷ് ഡോക്ടറാണ്. അദ്ദേഹത്തെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അമ്മയുടെ മുട്ടിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു 3-4 വർഷം മുന്നേ അന്നേ അദ്ദേഹം പറഞ്ഞു സർജറി ചെയ്യണമെന്ന്. സർജറി ചെയ്യാണ്ട് ഇതിന് എന്തെങ്കിലും പോംവഴി ഉണ്ടോയെന്ന് നോക്കി, പക്ഷേ ഒരു സൊല്യൂഷനും കണ്ടെത്താൻ പറ്റിയില്ല. ഫൈനലി നമ്മൾ സർജറിയിലേക്കാണ് വന്നത്. നമ്മളിനി എന്തൊക്കെ ചെയ്താലും ആ മുട്ട് മാറ്റി വെച്ചിട്ട് പലർക്കും അത് സക്സസ് ആയിട്ടില്ല എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, സർജറി കഴിഞ്ഞ് ആഫ്റ്റർ കെയർ അവർ പറയുന്ന ഫിസിയോ, പറയുന്ന രീതിയിലുള്ള റെസ്റ്റ്, പറയുന്ന രീതിയിലുള്ള ഫുഡ്, പറയുന്ന രീതിയിലുള്ള ഫിസിയോ, ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താൽ അതിന് ഒരു റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അമ്മയോടും റോബോട്ടിക് സർജറി ആയതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. ഞങ്ങളും അതാണ് പറഞ്ഞത്, ഡോക്ടർ പറയുന്നത് അതുപോലെ ചെയ്യാം. അമ്മയ്ക്കിപ്പോൾ വർഷത്തിലൊരു സർജറി നിർബന്ധമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു സർജറി എങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് വരും. ഓരോ പ്രാവശ്യം സർജറി കഴിയുമ്പോൾ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ എങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് അമ്മയ്ക്ക് ഒരെണ്ണം കിട്ടും കേട്ടോ. അപ്പോൾ ചീമ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഇത് സർജറി കുഞ്ഞൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് സുന്ദരമായിട്ട് എഴുന്നേറ്റ് നടക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. കുറച്ചുകൂടെ പോവും, ഇനി വേറെ മരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് പലയിടത്തും പോവും. തൽക്കാലം ഒരു ആശ്വാസം കിട്ടും. പിന്നെ അതിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടിയില്ല. അതിന് ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നീ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ്. 2 മുട്ടും മാറ്റി വയ്ക്കുകയാണ്. അച്ഛൻ്റെ അവസ്ഥയും ഇതുപോലെയൊക്കെ തന്നെയാണ്. അത് പിന്നെ കഴുത്തിൻ്റെ അവിടെ നിന്നേ തുടങ്ങണം സർജറി. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്നാട്ടോ വോയിസ് ചെയ്യുന്നത്. അതിൻ്റേതായ ഡിസ്റ്റർബൻസ് വീഡിയോയ്ക്ക് ഉണ്ടാവും കേട്ടോ വോയിസിൽ. അപ്പോൾ അച്ഛന് ഞാൻ പറയില്ലേ, കഴുത്ത് മുതൽ താഴെ നടുവിൻ്റെ ലാസ്റ്റ് വരെയും മുട്ടും ഒക്കെ അച്ഛന് ഫുള്ള് തേയ്മാനമാണ്. അച്ഛൻ ഇതുപോലെ വച്ചിരുന്നാണ് വഷളായി. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അതുപോലെ ഇനി മുട്ടൊക്കെ ഇങ്ങനെ വളഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മെയിൻലി എൻ്റെ ഒരു നിർബന്ധത്തിലാണ് ഈ ഒരു നീ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. ചീമയ്ക്ക് ആദ്യമൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ചീമ പറഞ്ഞു ഓക്കെ, ഇനി ഇതിന് അതല്ലാതെ വേറൊരു പരിഹാരമില്ല. കാരണം എക്സ്റേയിലൊക്കെ അമ്മയ്ക്ക് മുട്ടില്ല, തേങ്ങി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഓണമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഇരുന്നതാണ്. അപ്പോൾ ഡോക്ടർ 21-ാം തീയതി വരെ, ഈ മാസം 21 വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ലീവാണ്. പിന്നെ 30-ന് ശേഷമേ ഉള്ളൂ. പിന്നെ സെപ്റ്റംബറിൽ നമ്മൾ ചെയ്യാൻ നിന്നാൽ കുഞ്ഞിയുടെ ചോറൂണൊക്കെ വരികയാണ്. അപ്പോൾ അമ്മയ്ക്കൊന്ന് തിളങ്ങി നിൽക്കണം. ചോറൂണ് കഴിയുമ്പോൾ വീണ്ടും ലേറ്റ് ആവും. ചീമയ്ക്ക് ഹോസ്പിറ്റലിൽ കയറാനുള്ള ടൈം ആവും. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ അമ്മ ഭയങ്കര വിഷമം. അമ്മയ്ക്ക് അന്ന് ഡോക്ടറെ കണ്ടിട്ട് പിറ്റേ ദിവസം അമ്മയ്ക്ക് ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. ഞാനപ്പോൾ ഓണത്തിനൊക്കെ എവിടെയെങ്കിലും പോവാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ ഞാൻ പറഞ്ഞു ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, ഓണമൊക്കെ വന്ന് അടിച്ച് പൊളിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ വന്നിട്ട് പിന്നെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഡിലേ ആയി പോവും എന്നുള്ളൊരു ഇത് വന്നു. ചീമ ഹോസ്പിറ്റലിൽ കയറിയാൽ പിന്നെ ഒട്ടും പറ്റത്തില്ല. കുഞ്ഞിയുടെ കാര്യം നോക്കണം, അതിനിടയ്ക്ക് ഇത് സർജറിയുടെ കഴിഞ്ഞിരുന്നാലും ഒന്നും പറ്റത്തില്ല. പിന്നെ ഞാനും ചീമയൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനം. ഡോക്ടറെ വിളിക്കുന്നു, ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ തിയേറ്റർ ഫ്രീ ആണോ, വെനസ്ഡേ നോക്കട്ടെ, എങ്കിലേ ചെയ്യാം എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഓക്കെ ആണ്. അങ്ങനെ ഇന്ന് ഡോക്ടർ വിളിക്കുന്നു, നാളെ ഇന്ന് നമ്മൾ അഡ്മിഷൻ എടുക്കുക കേട്ടോ. അങ്ങനെ മെഡിഫോർട്ടിൽ വന്നു, കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അഡ്മിഷൻ എടുത്തു. ഇവിടെ വന്നപ്പോൾ മെഡിഫോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു 2 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നത് ഏട്ടന് ഹെർണിയുടെ സർജറി ഇവിടെ വെച്ച് കഴിഞ്ഞു കേട്ടോ. കിംസിനെക്കാട്ടി സെറ്റപ്പാണ് മെഡിഫോർട്ട് എന്ന് പറയുന്നത്. അന്ന് ഇവിടെ ഞാനന്ന് വീഡിയോ എടുത്തില്ല. ഏട്ടൻ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഏട്ടൻ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇവരും വീഡിയോ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അമ്മയ്ക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ. അമ്മ എനിക്ക് കണ്ടൻറ് ഉണ്ടാക്കി തരുന്നതെന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ പലരും വന്നിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് എടുക്കാൻ പാടില്ല, അത് ചെയ്യണത് എടുക്കാൻ പാടില്ല, ഇത് ചെയ്യണത് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ പാടില്ല എന്ന് പറയുന്നതൊന്നും ഇടുന്നില്ല. ഞാൻ വേറെ ആരും ഒന്നും പറയാത്തതെല്ലാം വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അവരാരുടെയും ഫേസ് കാണിക്കുന്നില്ല. ജസ്റ്റ് ആ ഹോസ്പിറ്റലിൽ അവിടുത്തെ പ്രൊസീജിയേഴ്സ്, അവിടുത്തെ രീതികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മളാരുടെ ഫേസ് കാണിക്കാതിരുന്നാൽ പോരെ അല്ലേ? നമ്മൾ ഇത്രയും കാശൊക്കെ മുടക്കി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സർജറി ചെയ്യുമ്പോൾ അത് എൻ്റെ അമ്മയ്ക്ക് ചെയ്തിട്ട് എത്രത്തോളം സക്സസ്ഫുൾ ആണോ, എങ്ങനെയാണ്, എന്താണെന്നുള്ളത് എൻ്റെ പ്രേക്ഷകരെ എനിക്ക് അറിയിക്കണ്ടേ. അന്ന് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നപ്പോൾ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളവർ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ചെയ്യണ്ടെന്നാണ് പറയുന്നത്. ചെയ്യണ്ട എന്നല്ല, പല സ്ഥലങ്ങളിലും നമ്മൾ എടുക്കുമ്പോൾ വീഡിയോ എടുക്കരുതേ പ്ലീസ് എന്ന് പറയുന്നു. പിന്നെ ഞാൻ അമ്മയ്ക്ക് മറ്റേ ബ്ലഡ് ടെസ്റ്റിൻ്റെയൊക്കെ വന്നപ്പോൾ എടുത്തപ്പോഴും അത് ഇടരുതേ എന്ന് പറയും. ബാക്കിയൊക്കെ ഇട്ടോളൂ, അത് ഇടരുതേ എന്ന് പറഞ്ഞു.
എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഇടും കേട്ടോ. കാരണം ഈ ഹോസ്പിറ്റൽ എങ്ങനെയാണ്, അമ്മയ്ക്ക് ചെയ്തിട്ട് എങ്ങനെയാണ്, ഇതെല്ലാം എനിക്ക് നിങ്ങളെ അറിയിക്കണം. കാരണം ഇതുകൊണ്ട് ചിലപ്പോൾ ചിലർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിലോ. സർജറിക്ക് നല്ല എമൗണ്ട് ആവുന്നുണ്ട്. റോബോട്ടിക് സർജറിയാണ് ചെയ്യുന്നത്. നോർമൽ സർജറിയും വേണമെങ്കിൽ ചെയ്യാം. റോബോട്ടിക് ആകുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉണ്ടാവും, കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ഡോക്ടറും പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നു SP മെഡിഫോർട്ടിലും, മെഡിഫോർട്ടാട്ടോ, SP ഫോർട്ടല്ല, SP മെഡിഫോർട്ട് ഇഞ്ചക്കൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. പുതിയതായിട്ടെന്ന് പറയുമ്പോൾ ഒരു 5 വർഷമെങ്കിലും ആവുമായിരിക്കും. എനിക്ക് എത്ര വർഷമൊന്നും അറിയത്തില്ല. ഒരു 1-2 വർഷം മുന്നെയാണ് ഏട്ടൻ്റെ ഹെർണിയയുടെ സർജറി കഴിഞ്ഞത്. 5 സ്റ്റാർ സെറ്റപ്പാണ് കേട്ടോ. വന്ന് കയറുമ്പോൾ തന്നെ 5 സ്റ്റാർ സെറ്റപ്പ്, റൂമിൻ്റെ സെറ്റപ്പ്, ടോയ്ലറ്റ് സെറ്റപ്പ്. നമ്മളൊരു റൂം എടുത്ത് പൈസയ്ക്ക് കിടന്നാൽ പോലും ഇത്രയും സെറ്റപ്പ് കിട്ടത്തില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നൊരു ഫീൽ ഉണ്ടാവില്ല. എപ്പോഴും ഒരു പേഷ്യൻ്റിന് ആവശ്യം അതാണല്ലോ. ഭയങ്കര 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 സെറ്റപ്പാണ്. അതുപോലെ നമുക്ക് കാശും എമൗണ്ടും അതുപോലെ ആവുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പ്രത്യേകിച്ച് ഈ വക കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും നല്ല ഡോക്ടർ ഗണേഷ് ഡോക്ടറാണ് ചെയ്യുന്നത്. ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗണേഷാണ് ചെയ്യുന്നത്. അദ്ദേഹം വെൽഫോർട്ടിലെ ഡോക്ടറാണ്. അതായത് SP ഫോർട്ട്, SP വെൽഫോർട്ട്, SP മെഡിഫോർട്ട് ഇതെല്ലാം ഇവരുടെ തന്നെ ഓരോരോ ശാഖയാണ്. ഇതാട്ടോ ഇഞ്ചക്ഷൻ ബ്ലഡ് ടെസ്റ്റ് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞത്. ഞാൻ അവർ കുത്തുന്നതൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ആ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഗണേഷ് ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം വെൽഫോർട്ടിലാണ് മെയിൻ കൺസൾട്ടേഷൻ. അപ്പോൾ സർജറി ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് പറഞ്ഞു, നമ്മളിങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാ അഡ്മിഷൻ്റെ കാര്യങ്ങളും എല്ലാം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ആണ് ഉള്ളത്. റോബോട്ടിക് ആയതുകൊണ്ട് സ്റ്റാർ ഹെൽത്ത് ചിലപ്പോൾ ഇൻഷുറൻസ് കവർ ആവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും കുഴപ്പമില്ല, അമ്മ നല്ല രീതിയിൽ എഴുന്നേറ്റ് നടക്കട്ടെ എന്നുള്ളത് കരുതിയിട്ട് നമ്മൾ സർജറിക്ക് ഇറങ്ങും കേട്ടോ. എനിക്ക് ഒരു സർജറിക്കും ഇത്രയും ടെൻഷനോടെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് അമ്മയ്ക്ക് അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, 10-10:30 ആയപ്പോൾ ഇവിടെ എത്തി. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റായി. 11:30 ആയപ്പോൾ ഷിഫ്റ്റായി. റൂം കിട്ടി, റൂമിലേക്ക് ഷിഫ്റ്റായി. എന്നിട്ട് ഫുഡ് ഇവിടെ ഓർഡർ ചെയ്തു. എനിക്കിവിടെ എല്ലാം ഇഷ്ടമാണ്, പക്ഷെ ഇവിടുത്തെ ഫുഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ ഓക്കെ പറയത്തുള്ളൂ. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ബാക്കി എല്ലാം ഓക്കെയാണ്. പുറത്തുനിന്ന് ഫുഡ് അലൗഡ് അല്ല. ഇവിടുത്തെ ക്യാൻറ്റീൻ ഫുഡ് മാത്രമേ വാങ്ങാവൂ. ഇവിടെ കോസ്റ്റ കോഫി, ക്യാൻറ്റീനിലൊക്കെ ബ്രൗണി, ഇത് കേക്ക്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഊണും ഞാൻ അന്ന് ഏട്ടൻ കിടന്ന സമയത്ത് ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത്രയേ ഉള്ളൂ. എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. ബാക്കി എല്ലാം ഓക്കെയാണ്. കോഫി, ടീ, ബ്രൗണീസ്, കേക്ക്സ്, പരിപ്പുവട, ഉഴുന്നുവട, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു 5 സ്റ്റാർ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ എങ്കിലും എനിക്ക് ഊണൊന്നും അത്ര എനിക്ക് ഇഷ്ടമല്ല. അതൊന്ന് ഏട്ടൻ കടന്ന സമയത്തും എന്നോട് റിവ്യൂ ചോദിച്ചപ്പോൾ ഞാൻ ഈ ഒരു ഊണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പൈസ കൊടുത്ത് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉറപ്പായിട്ട് അവർ ചോദിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ടൈം അത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെക്കാട്ടി ഇന്നത്തെ ഊണൊക്കെ ബെറ്റർ ആട്ടോ. അമ്മ അച്ഛനൊക്കെ കഴിച്ചിട്ട് കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവർ വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞാലും ഞാൻ അല്ലാതെ ഒരു വീഡിയോ എൻ്റെ വീട്ടിലിരുന്നിട്ടായാലും ഞാൻ ഹോസ്പിറ്റലിനെ പറ്റിയും അമ്മയ്ക്ക് എടുത്ത ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും ജെന്യൂനായിട്ടൊരു റിവ്യൂ പറയും. കാരണം നമ്മൾ ഇത്രയും കാശ് മുടക്കി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര്, പിന്നെ വേറെ എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇങ്ങനെ ബ്ലഡ് എന്തോ കുത്തിയെടുത്തിട്ട് വീണ്ടും കാലിലേക്കൊക്കെ കുത്തി, അത് കുറച്ച് നാൾ, അതും ഒരു 2 lakhs എന്തോ ആവുന്നുണ്ട്. പക്ഷേ അത് വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട്, അത് നല്ല ഗുണമുള്ളതാണെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അത് ഓരോ 5 വർഷം കൂടുമ്പോൾ 1-2 ലക്ഷം രൂപ കൊടുത്ത് ചെയ്യുന്നതിനെക്കാട്ടി ഒരുമിച്ച് ചെയ്താൽ അമ്മയ്ക്ക് മരണം വരെ സുന്ദരമായിട്ട് എഴുന്നേറ്റ് നടക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കുറേ പേര് സർജറി ചെയ്തിട്ട് സക്സസ് ആയിട്ടില്ല എന്ന് പറയുന്ന ഒരു 50% ആൾക്കാർ എനിക്കറിയാം. 50% ആൾക്കാർ സുന്ദരമായിട്ട് എഴുന്നേറ്റ് നടക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടർ വന്നപ്പോഴും നമ്മൾ അതാ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ ഇതിൽ 90%, ഈ സുഖമാവാത്തതിൽ 90% ആൾക്കാരും പറയുന്ന ഫിസിയോ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ഞങ്ങൾ എന്താണോ പറയുന്നത്, വേദനയെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, വേദനയെന്ന് പറഞ്ഞ് പിന്നീട് ചെയ്യാം, മാറ്റി വയ്ക്കുമ്പോഴാണ് ഇത്രയും പൈസ മുടക്കിയിട്ട് പിന്നെ അത് ഉപകാരമില്ലാതാവുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ അമ്മയെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് കാശ് മുടക്കിയാലും സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറ്റുമോ ഇല്ലയോ അമ്മ ചെയ്ത സർജറിയിലൂടെ എന്താണ്, ഞാനൊരു കറക്റ്റ് ജെന്യുവിനായിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും കേട്ടോ. അത് എന്ത് തന്നെ ആയാലും, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല, കൊള്ളുമെങ്കിൽ കൊള്ളും, എന്തായാലും. ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ ഫുൾ സെറ്റ്, അതിലൊരു ടെൻഷനും വേണ്ട. ഞങ്ങൾ ഏട്ടൻ കിടന്നപ്പോഴേ നമുക്ക് എനിക്ക് കിംസിനെ കാട്ടി കുറച്ചുകൂടെ ട്രീറ്റ്മെൻറ്റ് ആയാലും അവരുടെ സർവീസ് ആയാലും, നമ്മളൊന്നും ഇവിടെ വന്നാലും ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ ആവശ്യം പോലും അത്രയ്ക്ക് കെയറോടുകൂടി അവർ നോക്കും എല്ലാ കാര്യങ്ങളും.
എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. കിംസിലും ഇതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്ക് കിംസിനെക്കാട്ടി കുറച്ചുകൂടെ എനിക്കിഷ്ടമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എമൗണ്ടും ആവുന്നുണ്ട്. വന്നു ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും അമ്മയ്ക്ക് കുറേ ടെസ്റ്റുകളുണ്ട് നാളത്തെ സർജറിയോട് അനുബന്ധിച്ച്. എക്സ്റേ എടുക്കണം, ചെസ്റ്റ് എക്സ്റേ, മുട്ടിൻ്റെ എക്സ്റേ, പിന്നെ എക്കോ എടുക്കണം, പല്ല് വരെ കാണിച്ചു കേട്ടോ. പല്ല്, ഗൈനക്ക് ഇതെല്ലാം പോയി. ഇവരുടെ എല്ലാം ഫിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നാളെ ചെയ്യാൻ പറ്റത്തുള്ളൂ സർജറി. അമ്മയ്ക്ക് എപ്പോൾ സർജറി ചെയ്താലും മെയിൻ ഒരു ഇത് വരുന്നത് അമ്മയ്ക്ക് BP ഉണ്ട്, ബ്ലഡ് പ്രഷറുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഹൈ ആയിരിക്കും. അത് നോർമലാക്കാൻ എത്ര ടാബ്ലറ്റ് കൊടുത്താലും ഭയങ്കര പാടാണ്. കുറേ കഴിഞ്ഞേ അമ്മയ്ക്ക് നോർമൽ ആവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അമ്മ ഫിറ്റാണ്. അതെല്ലാം ചെക്ക് ചെയ്തു. ഇനി ചീമ എവിടെയെന്ന് ചോദിച്ചാൽ ചീമ പനി പിടിച്ച് കിടക്കുകയാണ്. അവൾ ഹോസ്പിറ്റലാണ്. അവളും ഒട്ടും വയ്യ. അമ്മയ്ക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമം. ഇത്രയും നാൾ ഉണ്ടായിട്ട് അവൾക്ക് വയ്യാതായപ്പോൾ കൊച്ചിൻ്റെ കാര്യവും പാട്. അവിടെ സച്ചിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും അമ്മ എന്നുള്ളൊരു നിലയ്ക്ക് അമ്മയ്ക്കും ഭയങ്കര ടെൻഷൻ. വയ്യാതായപ്പോൾ അവൾക്ക് ഒട്ടും വയ്യ. അവൾ നെബുലൈസേഷനൊക്കെ എടുത്ത് ചുമയും ഒക്കെ ആയിട്ട് ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് അവൾ ഒട്ടും വയ്യാതിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ഒരു ഇതിലായിപ്പോയി. ഞാൻ വേദേ സ്കൂളിൽ വിട്ടിട്ട് വന്നു. ചോറും കറികളൊക്കെ വെച്ചിട്ടാണ് വന്നത്. ഏട്ടനും കുറച്ച് തിരക്കിലാണ്. ആക്ച്വലി അച്ഛനും കുറച്ച് തിരക്കിലാണ്. നമ്മുടെ ഇപ്പം ചിങ്ങമല്ലേ, ഇപ്പം നമ്മുടെ സൈറ്റിൽ കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുകയാണ്. 1-2 വീടുകളെല്ലാം സെയിലായി. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നടക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം മുന്നേ അറേഞ്ച് ചെയ്ത കാര്യങ്ങളാണ്. ഈ ഒരു സർജറി പെട്ടെന്ന് വന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര തിരക്കിൽ എൻഗേജ്ഡാണ്. പിന്നെ എടുപിടിയെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് ചെയ്യാണ്. ഞാനും ചിലപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടാവില്ല, എങ്കിലും അമ്മ പറഞ്ഞ് എനിക്ക് ചെയ്യണം, പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ, എൻ്റെ കൊച്ചിൻ്റെ ചോറുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 1 മന്ത് എന്തോ വോക്കറിൽ നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് ഫിസിയോ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതമ്മ ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ട് അമ്മയ്ക്ക് റിസൾട്ട് ഉണ്ടോ, ചെയ്തിട്ടും അമ്മയ്ക്ക് റിസൾട്ട് ഇല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരുപാട് പേര് നമുക്ക് പരിചയമുള്ളവർ തന്നെ പലരും അതും നല്ല രീതിയിൽ ചെയ്താൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറയുന്നവരുണ്ട്. നല്ല സ്മാർട്ടായിട്ട് ഇത് അമ്മയെക്കാട്ടി കഷ്ടത്തിൽ നടക്കാൻ പറ്റാതിരുന്നവർ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മയ്ക്കിത് 4th സ്റ്റേജ് ആട്ടോ. ഇതിലിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യില്ല. ആദ്യമേ ആയിരുന്നെങ്കിൽ പിന്നെയും ചെയ്യാമായിരുന്നു. അന്ന് ചീമ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ പറഞ്ഞതാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് സുഖമായിട്ട് നടക്കാമല്ലോ. നമുക്കിപ്പോൾ അതാണ് വിഷമം. എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് എനിക്ക് എത്ര നാൾ നടക്കാൻ പറ്റുമോ എന്തോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കൊണ്ട് നടക്കാതെ നിന്ന് ഇരുന്നാൽ മതി, കിച്ചണിലെ വർക്കൊക്കെ ചെറിയ രീതിയിൽ ചെയ്യാം, പിന്നെ വന്ന ഉടനെ അങ്ങ് ഒരുപാട് ആക്റ്റീവ് ആവാൻ നിൽക്കണ്ട, കുറേശ്ശെ ചെയ്യാം എന്ന് പറഞ്ഞ് തീരെ അങ്ങ് പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതിന് റെസ്റ്റ് അങ്ങനെ പ്രോപ്പർ അങ്ങനെ ബെഡ് റെസ്റ്റ് വേണ്ട. കാലിന് എക്സസൈസ് കൊടുത്താൽ മാത്രമേ അത് അവിടെ ആയിട്ട് സെറ്റ് ആവത്തുള്ളൂ. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ എന്താണെന്ന് അറിയില്ല. അമ്മയ്ക്ക് ഈ 2 മുട്ടും കീറി മുറിച്ചിട്ട് ആ വേദനയോട് കൂടി എഴുന്നേറ്റ് നടക്കണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഇവിടെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാണ്, വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വീഡിയോ എടുക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ മതിയാണ്. അമ്മയ്ക്ക് അതൊക്കെയാണ് കേട്ടോ. എനിക്ക് കണ്ടൻറ് ഉണ്ടാക്കി തരിക, അമ്മയ്ക്ക് എല്ലാവരും ഇതൊക്കെ അറിയിക്കുക, അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് അറിയിക്കാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ അമ്മയ്ക്ക് ചെയ്ത കാര്യം മറ്റുള്ളവരെല്ലാം അറിയിച്ച്, അമ്മയ്ക്കറിയാം അമ്മയെ പോലെ അമ്മ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു എന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ആ ബുദ്ധിമുട്ട് മറ്റൊരാൾക്ക് വരുമ്പോൾ ഇത് ചെയ്താലേ ശരിയാവൂ. ഇതിപ്പോൾ റോബോട്ടിക്ക് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, മറ്റേ സാധാ സർജറി ചെയ്താലും മതി. പക്ഷേ റോബോട്ടിക്ക് കുറച്ചുകൂടെ അവർ പറയുന്നത് നമ്മളെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ മാനുവലി ചെയ്യുന്നതിനെക്കാട്ടി ഒരു റോബോട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എന്തോ കട്ട് ചെയ്യുന്നതോ എന്തോ കാര്യങ്ങൾ ആ ഒരു നീയുടെ കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ റോബോട്ട് കറക്റ്റ് മെഷർ ചെയ്ത് തരും എന്നാണ് പറയുന്നത്. അത് കുറച്ചുകൂടെ പെർഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ചെയ്യുന്നു, ഇത് ചെയ്യാൻ കരുതി. ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾ മറ്റ് സർജറി ആണെങ്കിലും ചെയ്യുന്നതെങ്കിലും ഇതുപോലുള്ള ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എനിക്കും ചെറിയ കോൾഡ് ഉണ്ട് കേട്ടോ, ഞാനും ഇങ്ങനെ വലിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വോയിസിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവുകയെ. ജീവൻ നല്ല കട്ട പനിയായിട്ട് കിടക്കുകയാണ്. കൊച്ചിന് ഇനി പനി വരാതിരുന്നാൽ മാത്രം മതി, അതാണ് ഒരു ടെൻഷൻ കേട്ടോ. കുഞ്ഞിന് വന്നാൽ പിന്നെ അതിന് പറയാൻ പോലും അറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് ഒരു മനുഷ്യരും അറിഞ്ഞിട്ടില്ല അമ്മയുടെ സർജറിയുടെ കാര്യം. കാരണം നമ്മൾ ആരോടും പറഞ്ഞിട്ടുമില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഡോക്ടർ വിളിക്കുന്നു, ഇവിടെ OT അവൈലബിൾ ആണോ എന്ന് നോക്കുന്നു, അവൈലബിൾ ആണെന്ന് പറയുന്നു, നമ്മൾ ഡിസ്ചാർജ് ആവാൻ പറയുന്നു, ഡിസ്ചാർജ് ആവുന്നു. ആരും അറിഞ്ഞിട്ടില്ല. വീഡിയോയിലൂടെ ആയിരിക്കും എല്ലാവരും അറിയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 12:30 ഒരു 1-1:30 മണിയായപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ടെസ്റ്റുകൾക്കെല്ലാം പോയി, എല്ലാം ഫിറ്റാണെന്നുള്ള ഇതെല്ലാം നമുക്ക് കിട്ടി.
കിട്ടിയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ അതുണ്ടായിരുന്നു കേട്ടോ. എക്കോ, ECG, എക്സ്റേ, ഗൈനക്ക്, പല്ലിന് എന്താണ് കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. പല്ലൊക്കെ കാണിച്ചിട്ട് റൂമിൽ വന്നു. ഒന്നര മണിക്കൂർ ഞാനും അമ്മയും കൂടെ കറങ്ങിയപ്പോഴേക്കും അച്ഛൻ ഒന്ന് റൂമിലിരുന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. അച്ഛൻ ഉറങ്ങി അത് തന്നെ. അപ്പം രാത്രി അച്ഛനാണ് ഇവിടെ സ്റ്റേ. രാവിലെ ഞാനോ ചീമയൊക്കെ വന്ന് നിൽക്കാമെന്ന്, ചീമയും ഞാനും കൂടി, ചീമയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, കുഞ്ഞൂടെ ഉള്ളതുകൊണ്ട് ഞാനും ചീമയും കൂടെ നിൽക്കാമെന്ന് കരുതി. ഇപ്പോൾ ചീമയില്ലാത്തതുകൊണ്ട് രാവിലെ ഞാൻ വരും, രാത്രി അച്ഛൻ നിന്നിട്ട് രാവിലെ ആകുമ്പോൾ അച്ഛൻ പോകും കേട്ടോ. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ റൂമിൽ വന്നപ്പോൾ അച്ഛനൊന്ന് അച്ഛനും പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കറങ്ങിയിട്ട് വന്നപ്പോൾ അച്ഛനൊരു കുഞ്ഞു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോഴേക്കും ചായ കുടിക്കാനുള്ള സമയമായി. ചായക്ക് എന്ത് വേണമെന്ന് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചായയും കോഫിയും, അമ്മ ഒരു ബ്ലാക്ക് ടീ പറഞ്ഞു, 2 പരിപ്പോടെയും ഒരു വാഴയ്ക്കപ്പവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ടിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ താഴെ പോയി അച്ഛന് ഇതിനിടയ്ക്കല്ല, അത് ചോറ് കഴിക്കുന്നതിന് മുന്നേ റൂം കിട്ടിയ ഉടനെ പോയി ചായയൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ചായക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ചായ കുടിച്ചിട്ട് വേറെ ഇനി അവിടെ പ്രൊസീജിയേഴ്സൊന്നുമില്ല. രാത്രി ഡോക്ടർ വന്നായിരുന്നു കേട്ടോ. ഡോക്ടർ വന്നു, സംസാരിച്ചു. അടുത്ത ദിവസം രാവിലെ തിയേറ്ററിൽ കൊണ്ടുപോകും. 3-3.5 മണിക്കൂറത്തെ പ്രൊസീജിയറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് വീട്ടിൽ വന്നിട്ട് 1-2 കൊളാബ് ഷൂട്ടൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പരിപാടികളുള്ളത് കൊണ്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം എനിക്കവിടെ നിൽക്കാനുള്ള, ഞാൻ പതിയെ ഇറങ്ങത്തുള്ളായിരുന്നു. 7-8 മണിയായിട്ട് പോവാം രാത്രി എന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. പക്ഷെ എനിക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട 1-2 ഷൂട്ടുകളുള്ളത്. പിന്നെ 4-4:30 ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. പിന്നെ അവിടെ ഇനി വേറെ ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അവിടെ ഒന്ന് ബെല്ല് പ്രസ് ചെയ്താൽ മതി, ഓടിയെത്തും. എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഒരു വിത്തിൻ 2-3 മിനിറ്റ്സ് അവിടെ എത്തിച്ചു തരും കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചു. പക്ഷെ എൻ്റെ അമ്മോ, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചവിട്ടി പിടിച്ച് മനുഷ്യൻ്റെ കാല് പൊളിഞ്ഞു കേട്ടോ. ഞാൻ 4 മണിക്ക് ഇറങ്ങിയ ഞാൻ 5:30 മണിയായി വീടെത്തിയപ്പോൾ. അത്രയ്ക്ക് ബ്ലോക്ക്. ഈഞ്ചക്കലിൽ നിന്ന് തിരുമല വരെ എത്താനേ. അത് കഴിഞ്ഞ് എനിക്കൊരു അപ്പച്ചട്ടി വാങ്ങിക്കണമായിരുന്നു. അപ്പച്ചട്ടിയൊക്കെ വാങ്ങിച്ച് 1-2 സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങളെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓണായതുകൊണ്ട് നമുക്കൊരുപാട് ഷൂട്ട് വരും. അത് നമ്മൾ തന്നെയാണ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടത്. അവർ ഇത്രയും ദിവസം ഉറങ്ങിപ്പോയിട്ടോ. എമർജൻസി ആയിട്ട് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനി നാളെ എനിക്ക് ഒട്ടും പറ്റില്ല, നാളെ സർജറി ആയതുകൊണ്ട് രാവിലെ തന്നെ പോകണം. മാത്രമല്ല ഞാൻ പറഞ്ഞില്ല, അച്ഛന് 1-2 രജിസ്ട്രേഷൻസ് ഉണ്ട് നമ്മുടെ വീടിൻ്റെ. അപ്പോൾ അച്ഛനും പോയേ പറ്റൂ, ഏട്ടനും അതിൻ്റെ തിരക്കുണ്ട്. അപ്പോൾ ആരും ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല, എനിക്ക് രാവിലെ തന്നെ എത്തണം. അപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഓടിപ്പിടച്ച് പിടി എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തത്. വന്നു ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി. നമുക്ക് നല്ലൊരു ബ്രാൻഡിൻ്റെ ഷൂട്ടാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കണം. അതിന് 6 മണിക്ക് തുടങ്ങിയ പരിപാടി 9 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഏട്ടന് പുട്ടവിച്ച് കൊടുത്തു. രാവിലെ മീനൊക്കെ ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കണവ മീൻ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത്, അതുണ്ടായിരുന്നു. ഏട്ടന് ദോശ ഇട്ട് കൊടുത്തു. വേദയ്ക്ക് വേറെ ഒന്നും വേണ്ട, അവളുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെത്തി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ സാധനം കൊടുത്തു കേട്ടോ. ഇത് കുറച്ച് മധുരം ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ മധുരം ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. അവൾ അതിനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി നാളെ രാവിലെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് പോകാൻ നിന്നപ്പോൾ ഒരുപാട് ലേറ്റായി പോവും. അച്ഛന് എമർജൻസി ആയിട്ട് വീട്ടിൽ പോകണം. ഏട്ടനും അതെ, ഏട്ടനും അച്ഛനും കൂടിയാണ് ആ രജിസ്ട്രേഷനൊക്കെ പോകുന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഭയങ്കര തിരക്ക്. അപ്പം എന്നോട് 5 മണിയാകുമ്പോൾ ഏട്ടൻ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 5 മണിയാകുമ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോവും. ചീമയ്ക്ക് ഇപ്പോൾ പോയി നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് സച്ചിൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ. സച്ചിൻ വേണമെങ്കിൽ രാത്രി വന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ അടുത്ത് അച്ഛനോ നമ്മൾ ആരെങ്കിലും ലേഡീസ് ആരെങ്കിലും ഒക്കെ ഉള്ളതല്ലേ കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു സച്ചിൻ. പിന്നെ രാവിലെ ചീമയും കൊണ്ട് സച്ചിൻ ഹോസ്പിറ്റലിൽ നടക്കലാണ് ഇപ്പോൾ സച്ചിൻ്റെ പണി. അപ്പോൾ ആ സച്ചിനും ചീമയ്ക്കും വരാൻ പറ്റില്ല, കൊച്ചുകൂടെ ഉള്ളതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചും സച്ചിനും ചീമയും അങ്ങനെ തിരക്ക്. ഞാൻ മാത്രമേ പോയി, എപ്പോൾ എവിടെ എന്ത് ഹോസ്പിറ്റൽ കേസ് വന്നാലും ഞാൻ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അങ്ങനെ 10-11 മണിയായി. ഇന്നലെ ഉറങ്ങിയപ്പോഴും കുറേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം. നാളെ സർജറി വിശേഷമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.